പറയൂ. ഗുഡ് മോർണിംഗോ? നമസ്കാരം. നമസ്കാരം. ഓക്കെ. രാമ നാമ സുഖധാ. സ്വാമി വന്ദേ സ്വാമി വന്ദേ സ്വാമി 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 ശരണം സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ശരണം. ഗുഡ് മോർണിംഗ് പോറ്റി. ഗുഡ് മോർണിംഗോ? നമസ്കാരം. നമസ്കാരം പോറ്റി. പറയൂ. ഞാനാണ് ധനു പോറ്റി. ദോഷമായിട്ട് നോക്കും. പാല് ദോഷം, മൂക്ക് ദോഷം, കണ്ണ് ദോഷം, എല്ലാ ദോഷവും ഞാൻ നോക്കും. നിങ്ങൾക്ക് എന്താ നോക്കേണ്ടത്? എനിക്ക് നമ്മുടെ എപ്പോഴും വീട് വയ്ക്കുന്നുള്ളതൊന്ന് നോക്കാം. വീടല്ല വയ്ക്കാം. ഞാൻ നല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ പോറ്റി ദോഷത്തിനൊക്കെ പോയി. അമലാപുരി, ജഗദാപുരി, പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി എല്ലാം ചെയ്യും. പറയുക. എനിക്ക് എന്റെ മൂത്ത മോന് ഇത് ജാതകം നോക്കണം പോറ്റി. തന്നെ ശുക്രിയൻ നോക്കാം. കഷ്ടം ബസ്റ്റം ബസ്റ്റം ജീൻ ടബാക്ക് ഡം ഡം. മുദ്ര ശരിയല്ലല്ലോ. ഇതാരാ തിന്നിട്ട് വെച്ചേ? ഇത് അവൻ രാത്രിയിൽ തിന്നിട്ട് വെക്കണത്. രാത്രിയിൽ അവൻ തിന്നിട്ട് വെച്ചിരിക്കണത്. അവസരത്തിന് ആ കുരു കിട്ടിയില്ലല്ലോ. ഇതെന്താ ചെയ്ത് വെച്ചിങ്ങനെ? ഇതങ്ങനെ രാത്രിയിൽ അവരിത് തന്നെ അസുഖം പോറ്റി തിന്നണതാണോ? ഒരപ്പനാണോ? പാതിരാത്രി കഴിച്ച് നടക്കണം. നക്ഷത്രം ഏതാ അവന്റെ? നക്ഷത്രം മൂലം. മൂലത്തിലടി. മൂലത്തില് അടി ഇല്ലെങ്കിലല്ലേ അവൻ ഇരിക്കും ഒരിടത്തില്. അവന്റെ പേരെന്താ? അവന്റെ പേര് മോന്റെ പേരറിഞ്ഞൂടെ? പ്രവീൺ. പ്രവീൺ ചക്രമന്ത ഹോതിഹ സ്വാഹ. What? Bro, what are you talking about? മൂലത്തിൽ നല്ല അടിയെന്ന് ഈ ബോർഡ് കാണിക്കുന്നു. പരിഹാരം എന്തെന്ന് വെച്ചാൽ ഇരിക്കുമ്പോൾ മൂലത്തിൽ സൂചി കൊണ്ട് കുത്തി എടുത്ത് കുപ്പിയിലടച്ച് ഗംഗാ നദിയിൽ ഒഴുകുക. അപ്പോ അങ്ങനെ ചെയ്താൽ മൂലക്കുരു ശരിയാവും. പിന്നെ നടക്കും. ഈ രാത്രിയിലുള്ള ഈ തുരപ്പൻ പരിപാടിയൊക്കെ തീരും. പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? അച്ഛനമ്മയൊക്കെ എങ്ങനെയുണ്ട്? അച്ഛനും സുഖമില്ലാതെ തന്നെ ഇരിക്കണത്. അച്ഛനാരാ? അച്ഛൻ നല്ല വയസ്സായി പോറ്റി. അച്ഛനാണെങ്കിൽ എപ്പോഴും കഴിച്ച് ഇതുപോലെ തന്നെ രാത്രിയിൽ വയസ്സാവും. അച്ഛന് രാത്രിയിൽ ഉറക്കമൊന്നുമില്ല. അച്ഛന് കഴിച്ചിരിക്കുന്ന സ്വഭാവം തന്നെ. അച്ഛൻ എന്താ പണി? പടിയൊന്നുമില്ല ഇപ്പഴി. അച്ഛനെന്താ ഉറക്കമില്ലാത്തത്? അച്ഛന് വയസ്സായില്ലേ. അച്ഛനും മൂലാണോ നക്ഷത്രം? അല്ല അച്ഛൻ വേറെ ഒരു കണക്ഷനില് തന്റെ മൂത്ത മോന് വന്നിട്ടുണ്ട്. അതാണ് അവൻ ഇത്. അപ്പൊ ഇതേ കർമ്മം തന്നെ അച്ഛനും ചെയ്യണം. ശരി. അച്ഛൻ ഉറങ്ങുമ്പം തിക്കറിന ഒരു സൂചി കുത്തി അതിന് തൊട്ടടുത്ത് ഗംഗാ നദി ഒഴിക്കുക. അപ്പൊ ഇതാണ് പരിഹാരം. അച്ഛന്റെ പേര് കലാധൻ നായരാണോ? അതെ. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി എന്ന് വിളിക്കോ? ചേച്ചി എന്ന് വിളിക്കോ? ചേച്ചി. വീട് നമ്മളെ ജമലാപുരി അടുത്ത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. എന്റെ വീട്ടിൽ എന്റെ അന്തർജനം രാധാബായി ഉണ്ട്, മകളുണ്ട്, ഒരു മോനുണ്ട്, പിന്നെ ഞാനുണ്ട്. ഒളിവില. വലിയ കളിയാ. അവിടെ തല കാണിക്കാൻ പറ്റൂല. അതുകൊണ്ടാ ഇവിടെ കച്ചവടം ഓട്ടണ്ടേ. പിന്നെ എനിക്കും നല്ല ദേഹസുഖമൊന്നുമില്ല പോറ്റി. കാലും കൈയെല്ലാം ഭയങ്കര വേദനയും രാത്രിയിൽ ഉറക്കവുമില്ല. കഴപ്പ. സ്വഭാവം ശരിയില്ല. സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. കാലത്തെ ഇളയം മോന്റെ അടുത്ത് ചൂടാവരുത്, വെള്ളം എടുക്കാൻ പറയരുത്.
ഇതൊന്നും അവൻ ചെയ്യില്ല പോറ്റി. അവൻ ചെയ്യും, അവൻ ഒരു സമയം വരുമ്പോ ചെയ്യും. അവനിപ്പോ ഇല്ല പോറ്റി, വീട്ടില് ഒരു ജോലിയും ചെയ്യില്ല അവൻ. നിങ്ങൾ അവരുടെ അടുത്ത് ഇങ്ങനെ വെള്ളം കോരാൻ പറയരുത്, തുണി നനയ്ക്കാൻ പറയരുത്, അതൊക്കെയാണ് പ്രശ്നം. സ്വന്തം ചെയ്യുക, അവന്റെ തുണി നിങ്ങൾ നനയ്ക്കണം. അത് ചെയ്യാൻ പറയാതിരിക്കാൻ പറ്റുമോ പോറ്റി? അവനാണെങ്കിൽ ഒരു ജോലി വീട്ടിൽ ചെയ്യില്ല. അവനൊരു പാവമാ, ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്, അതിനായിട്ട് എന്തൊക്കെയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ക്ലിക്ക് ആവണില്ല. നനയ്ക്കണ്ടേ? നനയ്ക്ക് അതൊക്കെ വയസ്സാകുമ്പോ നനയ്ക്ക്. എത്ര വയസ്സാ അവനിപ്പോ വയസ്സ് 10-16 വരട്ടായി. അതിനായിട്ടായി. എന്താ നക്ഷത്രം? നക്ഷത്രം കേട്ട. കേട്ട അതാണ്. ഭരണിയാണോ ഇത്? ഭരണിയല്ല. എന്താ അച്ചാറാ ഭരണി? അറിയൂ വേറെന്താ വിശേഷം മോളെ? വിശേഷം വേറെന്തോന്ന് പറയാൻ പറ്റി. ഇത്രയും ദൂരെ വന്നതാണ് പോറ്റി. ഇവിടെ എല്ലാം നല്ല പറയുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒന്നുമില്ല, ഞാൻ ഒരു മന്ത്രം പറയാം, അതേപോലെ പറയാ. പിടിച്ചോ, കണ്ണടച്ചോ. ശിവനും സത്യം സേന്താമാസുടാ, എതിർത്തു നിന്നാൽ യവനും തൂസുടാ, എതിർത്ത് നിന്നാൽ യവനും തൂസുടാ. ആ ജംബാ ജംബാ ജംബായേ, ജംബാ ജംബാ ജംബായേ, ജംബക്ക് ജംബാ ജംബാജേ. ഇതൊന്നും പറയാൻ അറിയില്ല പോയിട്ട്. സംസ്കൃതം ഒന്നും എനിക്ക് പറയാൻ പറ്റൂല. സംസ്കൃതം ഞാനേ ഒന്നും അറിയാതെ ഓട്ടിയിട്ടിരിക്കുന്നു, പിന്നെ സംസ്കൃതം സംസ്കൃതം എന്നൊക്കെ പറഞ്ഞ എന്താണ് പോറ്റിക്ക് ഇതൊക്കെ എവിടുന്ന് സംഘടിച്ചത്? എന്റെ കെട്ടിയുള്ള കയ്യിരുന്നത്, അവ കഴിച്ചിട്ട് വെച്ച പൈ അതിന്റെ കാര്യത്തിലുണ്ട് പിസ്താനില്ലേ. അപ്പോ പരിഹാരത്തിന് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇതാരാ? ഇത് എന്റെ അമ്മായി. എന്താ അവരിവിടെ ഇരിക്കൂലേ? നിനക്ക് ഇരുന്നൂടെ? ഇവിടെ വന്ന് ഇരുന്നൂടെ? നിങ്ങൾക്ക് എന്താ, ഇവർക്ക് എന്താ, ഇവരെ കുറിച്ച് എനിക്ക് കുറെ പറയേണ്ടിയുണ്ട്. ഇവരെ ജാതകം എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ പറയൂ. ജാതകം എന്തോന്ന് പറയാൻ? പേരെന്താ? പേരെന്താ? രാധാബായി. രാധാബായി എന്നും കുളത്രയിലാണ് താമസിക്കുന്നത്. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര് ഇതിൽ അങ്ങനെ അല്ലല്ലോ, യാനീസ് എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഭർത്താവ് യാനീസ് എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഭർത്താവ് യാനീസ്. ഭർത്താവ് ഒന്നിനെ വരട്ടി. ഇപ്പൊ വയസ്സെത്ര? വയസ്സെത്ര? 50? 50 93 എഴുതിയിരിക്കുന്നത്. 3 ആയില്ല, 59 തന്നെ. 93 വയസ്സിൽ 3ാമത് കല്യാണത്തിന് പരിചയമുണ്ട്. 3ാമത് കല്യാണം നടത്തണം എങ്കിലേ നിങ്ങളെ കുടുംബത്തിലും അവരെ കുടുംബത്തിലും പ്രശ്നമില്ലാതെ ജീവിതം വരും. ഇപ്പൊ കാര്യം പറയാ, അവർക്കൊരു പരിഹാരം. അതിന് ഇപ്പൊ മെയിൻ വള ചുറ്റി ചക്രയും ചുറ്റി നിൽക്കുന്നത് അവർക്കാണ്. പറയൂ. പോയിട്ട് ഇതിനെ പറയണം, എന്തൊരു പരിഹാരം ചെയ്യണം. ഒന്നും പറഞ്ഞില്ലല്ലേ? ഇവർക്ക് പരിഹാരം ഇല്ല. ഇനി അങ്ങ് പോണ പരിഹാരം തന്നെ. ഇവിടെ അങ്ങ് പോണു. അതിന് കാളൻ വിളിച്ചില്ല, വിളിക്കുമ്പോൾ യാണീസയും കൊണ്ടുപോകുന്നു എന്നാണ് ഇട്ടിരിക്കുന്നത്. അത്രയും കുങ്കുമായിരിക്കുന്ന ഡ്രസ്സില് അതൊന്നും നോക്കരുത്. എന്താ നിങ്ങള് ചീച്ചി പോയിട്ട് എങ്ങനെയാണോ പറയണത്? കൊണ്ടുപോവാ. അയ്യോ പോറ്റി ദേഷ്യപ്പെട്ടല്ലേ പോറ്റി? ദേഷ്യപ്പെടും. ഇതെന്താ ജോഷ്യം നോക്കണ ഇടമാണ്. ആളുകൾ തെറ്റായിട്ട് ഒന്നും പറയരുത്. അറിയൂ. എന്താ ജോലി ഇല്ലേ നിനക്ക്?
ജോലിയെ പറ്റി ജോലിക്ക് പോയില്ലേ? ഇല്ല പോയില്ല. എന്താ കാരണം? ഇന്ന് പോയില്ല. ഇവിടെ പോറ്റിയെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാതെ ജോലി ലീവ് എടുത്തു. ഞാൻ നമ്പർ തരാം, ഡെയിലി നൈറ്റ് നമുക്ക് മെസ്സേജ് അയച്ച് പുലയാടി മോനെ പോറ്റി എന്ന് അപ്പൊ ചാറ്റ് ചെയ്യോ? ഡെയിലി ചാറ്റ് ചെയ്യും, ഹാർട്ട് അയക്കും, നമുക്ക് എല്ലാം അറിയാം. അതുകൊണ്ടല്ലേ ഒളിവിലെന്ന് പറഞ്ഞേ ഇങ്ങനത്തെ കേസ് മാറ്റി. അതാണ് പോറ്റി ഇങ്ങനെ പലയിടത്തും മാറ്റിയിരിക്കും. പലയിടത്തും മാറ്റി ആർക്കും പറയും. വേറെന്താ വിശേഷം? അപ്പൊ നമുക്ക് ഈ പരിപാടി വെച്ച് അങ്ങ് തുടങ്ങാം. പറയാൻ വേണ്ടി ഞാൻ നല്ല കുടുംബത്തിൽ പറഞ്ഞതാ, മുട്ടത്തറവാട്ടിൽ പറഞ്ഞതാ. പോറ്റി ഒളിവിൽ ഇതൊക്കെ പറയും, പക്ഷെ വീഡിയോ വേണ്ടി പലരും പറയും. എന്റെ ഈ ജോഷ്യം ഇപ്പൊ ഇത് ക്യാപ്ചർ ആവുന്നുണ്ട്, ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുന്നു. പോറ്റി എന്തെങ്കിലും മുടിയൊക്കെ വളർത്തി വെച്ചിങ്ങനെ അത് ചെറിയ ബ്രേക്കപ്പ് ആയി. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ മുടിയെല്ലാം നിറച്ച് ഉണ്ട്. അച്ഛനുണ്ട്, അച്ഛൻ മുഷിഞ്ഞൻ, അച്ഛന് കവർ കാല്, പലതും ഉണ്ട്. ഇത് എനിക്ക് ഇതിന് പൈസ ഇല്ല, മീനും മുട്ടയും മാത്രം മതി. കോയി സാമിയണ്ണനെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോൺ വെജ് പോറ്റിയ. അപ്പൊ പറയൂ. പോറ്റി വേറെ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് രാത്രി ചാറ്റ് ചെയ്യാം. ഇതൊക്കെയാണ്. പിന്നെ കണ്ടിട്ടൊന്നും കേട്ടില്ലല്ലോ, എന്താണ് പറയാൻ? ഞാൻ ശുദ്ധ സംസ്കൃതമാണ്, എനിക്കത് മാത്രമേ വരത്തുള്ളൂ. ബാല പോലെല്ലാം വരാത് പ്രിയാ. നമുക്കിനി അവന് കൈമൂത്ത മോന് കല്യാണം ഒക്കെ നടക്കും എന്നുള്ളതൊന്ന് നോക്കണം. പോറ്റി പ്രശ്നം വെച്ച് AB square is equal to AB square, BC square is equal to AB square. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ മൂത്ത മോന് കല്യാണം നടക്കും, സമയം വരുമ്പോൾ നടക്കും, എല്ലാം നടക്കും. നല്ല പയ്യനാണ്, നല്ല ഇത് കുടിക്കൂല, ഒന്നും ചെയ്യില്ല. പക്ഷെ മൂലം നക്ഷത്രമായതുകൊണ്ട് മൂലത്തിലെത്തും. പറയൂ. ആ ഭസ്മം എടുക്കുക. ഭസ്മത്തെ എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പറഞ്ഞ പോലെ പറയും. തങ്കമാരി വിട്ടേക്ക് നീ നാറി, തങ്കമാരി ഊതാരി വിട്ടേക്ക് നീ നാറി, ഉത്തത്ത് കോട്ട് പൊട്ട് കോട് മേല റോട്ട് പൊട്ട്, റോഡ് മേല ആട്ടം പൊട്ട്, ആളപ്പൊട്ട്, ആട്ടം പോട്ട് ആളപ്പൊട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്കിട്ട് തരുക. പോറ്റിക്ക് നമ്മൾ എടുക്കണോ? ഇവിടത്തെ ചരിത്രമൊക്കെ എങ്ങനെയാ? അപ്പൊ ഞാൻ പറയുന്ന മന്ത്രം പോലെ എന്നും ഡെയിലി കാലത്ത് വിളക്ക് വെച്ചിട്ട് കുളിച്ചിട്ട് റോഡിന്റെ നടുക്ക് കയറി നിന്നിട്ട് പറയുന്നു. മന്ത്രം പറയുമ്പോ അങ്ങനെ പറയാ. നേരെ നമുക്ക് പോവാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നാടിൻ നന്മകനെ പൊന്നായവനെ. ഇതൊക്കെ പറഞ്ഞാൽ മലയാളാണ്. അപ്പൊ നിങ്ങൾ ഒരു പാട്ട് പാടുവാ? എനിക്ക് പാട്ടൊന്നും അറിയാം. ഇല്ല, പാട്ട് പാടി അവിടുത്തെ മന്ത്രം പറ. എന്നാ തീരും പറ. ഞാനൊരു മന്ത്രം പറയാം. ആ പറ.
മന്ത്രം പറഞ്ഞ് ഞാൻ പോറ്റി പറഞ്ഞാണ് ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഒരു മന്ത്രം പറഞ്ഞ് നിങ്ങൾക്ക് ഏത് മന്ത്രം അറിയാം പറയും അങ്ങനെ വേറെ മന്ത്രമൊന്നും അറിയില്ല. അറിയാമോ ഒന്ന് പറ എടുത്തിടുക എടുത്തിട് തള്ളേ എടുത്തിട് അപ്പൊ ഒന്നുമല്ല ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ അതൊന്നും അറിയില്ല. ഇപ്പൊ ഇതേപോലെ അവിടെ ചുമ്മാ നിന്ന് കൈ അവിടെ ബുക്കൈനെ റോഡിൽ പോയി അതൊന്നും എനിക്ക് ചെയ്യാൻ റോഡിൽ വേണ്ട ഞാൻ പറയുന്നത് കൈ ഇപ്പിടി പോറ്റിയുടെ അടുത്ത് ഞാൻ ഇതൊന്നും ഡാൻസ് കളിക്കാനല്ല വന്നത് പോറ്റി. ഞാൻ സ്പെഷ്യലിസ്റ്റ് ആയ ഞാൻ ഇത് ജാതകം നോക്കാനാണ് വന്നത്. ഞാൻ സ്പെഷ്യലിസ്റ്റ് ആയ ഗ്രാജുവേറ്റ് ആയ ബികോം ഗ്രാജുവേറ്റ് ആയ പോറ്റിയാണ്. ഈ പോറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നൈറ്റ് ചാറ്റിന് വിളിച്ചോ? ஐயோ இங்க படுத்துற நிமிஷம் நாள தாங்க முடியலையே தலை வலிக்குதுடா தலை வலிக்குதே പോറ്റി ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പലയിടത്തും ചാറ്റ് അതിനകത്ത് നിങ്ങൾ വരുവോ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും പോവാം. അത് പറ്റൂല. ഇല്ലെങ്കിൽ എന്റെ സെക്യൂരിറ്റി ഗാർഡ് വിടൂല. പോറ്റി അതിപ്പോ എന്തിനായാലും ശരി പറയൂ. കൈ ഇങ്ങനെ ആക്കൂ. കർപ്പൂര നാഴികയെ കനകവല്ലി പാട്. പോറ്റിക്ക് എന്തോന്ന് വല്ല വിശ്വാസം പിശാസുണ്ട് പിശാസുണ്ടടി വാരിയാടി. എനിക്ക് പിശാസുണ്ട് വാരിയാ വാരിയാടി. എന്നൊക്കെ ഏറെ വാക്കരുത് നീ പറയേ പറയേ. എന്നാക്കരുത് പറ പാട്ട് പാട് പാടേ പാടണം. ഞാൻ പോറ്റിയാണെന്നു അറിഞ്ഞൂടെ നിങ്ങൾക്ക് പാടണം പാടണം. ഇങ്ങനെ ആരും പറഞ്ഞില്ലല്ലേ ഇവിടെ ഈ പോറ്റിക്ക് ഇങ്ങനെ അസുഖം ആരാ പറഞ്ഞേ? പോറ്റി നല്ല പോറ്റി നല്ല പറഞ്ഞ എല്ലാരും. ഞാൻ നല്ല പോറ്റിയാ. പിന്നെ പോറ്റിക്ക് ഇങ്ങനെയൊക്കെ ഇതാ ആകും ആകും തെറ്റിക്കണ്ട ശിവഭക്തന. നമ ശിവായ നമ ശിവായ നമ ശിവായ. என்ன பண்ற நீ? തമിഴ് ഇംഗ്ലീഷ് നമുക്ക് എല്ലാ ലാംഗ്വേജും അറിയാം. തെലുങ്ക് അറിയാം, തമിഴ് അറിയാം, കന്നഡം അറിയാം, മലയാളം അറിയാം, പലതും അറിയാം, തൂട് വരെ എനിക്ക് ഇപ്പൊ പരിഹാരം പറഞ്ഞല്ലോ നടു റോഡിൽ കയറി എന്നിട്ട് ഇങ്ങനെ പാടണം. അപ്പൊ എല്ലാം പറയൂ. എന്തോന്ന് പാട്ട് പാടണം പോറ്റി പറഞ്ഞേ. ஐயோ பைத்தியக்கார பையிலிட்டு இந்த நாடு மக்களும் மாட்டிட்டு படுற பாடு. ഒന്ന് പറയാ. പോറ്റി പറഞ്ഞാ ഞാൻ പിന്നെ പാടിക്കോളാം. വാട്സാപ്പിൽ അയക്കാം കേട്ടാ. നമ്മൾ ചാറ്റ് ചെയ്യൂലേ അപ്പൊ പോറ്റി പറഞ്ഞാൽ റസിക്കിത് തന്നെ. അന്തർജനത്തിന്റെ പേരെന്താ? എന്റെ പേര് മാളവിക. മാളവികയോ? മാളവിക എന്തിനെ അവന്റെ പേരെന്നടി? രമണിയ? പതുക്കെ കഴിക്കുക പാടുന്നല്ലേ. പ്രേമിൽ വരിക ക്യാമറ അങ്ങിരുന്ന ഒറ്റയ്ക്ക് എനിക്ക് ഒന്നുമില്ല. കണ്ടപ്പോ എന്തോ ഒരു അസുഖമുള്ള പോലെ തോന്നുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. പറയുക അറിയാ. ഞാൻ പറയുന്ന പോലെ ഡാൻസ് ആടണം. നാടിൻ നന്മയ്ക്ക് എന്നെ പോറ്റിക്കൊന്നുമില്ല. നീ വിളക്കണമെന്നല്ലോ ദൈവമേ. അപ്പം അശകുനം എന്നാണ് പറയുന്നത്. പോറ്റിനെ തനി സ്വഭാവം എടുക്കരുത് കേട്ടാടി.